ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറേ ദിവസത്തിന് ശേഷം നമ്മൾ വീണ്ടും എത്തിക്കണം കേട്ടോ. അപ്പോൾ ഇന്നപ്പം നല്ലൊരു മധുരം തന്നെ ആയാലോ എന്ന് കരുതി. അപ്പം നമ്മളിതാ ബ്രെഡ് എടുത്തിട്ടുള്ളത്. ബ്രെഡ് നമ്മൾ പൊടിച്ചിട്ട് അരക്കപ്പ് പഞ്ചസാര പൊടിച്ചിട്ടും 1 കപ്പ് പാൽപ്പൊടിയും കൂടി എടുത്തിട്ട് ഇങ്ങനെ കുഴയ്ക്കുന്നുണ്ട്. കുറച്ച് പാലും പാർന്ന് കുഴച്ചിട്ട് മാറ്റി വെക്കാം. ഇനി നമ്മൾ എടുത്തിട്ടുണ്ട്, അതിലേക്ക് നമ്മൾ 1 കപ്പ് വെള്ളം പാർന്നു കേട്ടോ. അപ്പോൾ ഈ വെള്ളത്തിലേക്കാണ് നമ്മൾ ഇനി അടുത്ത ഇൻഗ്രീഡിയൻസൊക്കെ ചേർക്കാൻ പോകുന്നത്. ഒന്നുമല്ല, ഏലക്കായ, 2-3 ഏലക്കായ മതി. പിന്നെ നമ്മളിതാ ഒരു കയ്യിൽ പഞ്ചസാര നമ്മൾ എടുത്തിട്ടുണ്ട് നമ്മുടെ മധുരത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതെന്ന്. അപ്പോൾ നമ്മൾ ഗുലാബ് ജാമാട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനുള്ള പഞ്ചസാര ലായനി കേട്ടോ അപ്പോൾ തിളച്ചുകൊണ്ട് നിൽക്കുന്നത്. അപ്പോൾ ഗുലാബ് ജാമിന് നമ്മൾ ഈ സാധനം ഇങ്ങനെ റൗണ്ടാക്കിയിട്ട് നല്ല ചെറിയ ചെറിയ ബബിൾസ് ആക്കിയിട്ട് ഇങ്ങനെ പൊരിച്ചെടുക്കുക കേട്ടോ ഓയിലിൽ. പാൽപ്പൊടിയും പഞ്ചസാരയും ഒക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ ഈ ബ്രെഡ് ഒറ്റയ്ക്ക് ഇങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റ് കേട്ടോ. അങ്ങനെ റോളാക്കിയതാണ് നമ്മൾ ഓരോന്നായിട്ട് പൊരിച്ചെടുത്ത് വെക്കുക കേട്ടോ. പറ്റ ബ്രൗൺ കളറായിട്ട് കരിയും വേണ്ട, നല്ലൊരു ബ്രൗൺ കളറാകുമ്പോൾ നമുക്കത് കോരി മാറ്റിയെടുക്കാം. വേഗാതിരിക്കും വേണ്ട കേട്ടോ. കുറച്ച് ചെറിയൊരു ബ്രൗൺ കളർ കാപ്പി കളറാകുമ്പോൾ നമുക്കത് കോരിയെടുക്കാം. അപ്പം നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോസ് ഓരോന്നായിട്ട് ഇട്ടിട്ടുണ്ട്, അപ്പോൾ എല്ലാവരും ഒന്ന് കാണാൻ, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം. ഇതിന് തന്നെ ഇൻസ്റ്റഗ്രാം പേജും ഉണ്ട് കേട്ടോ, അപ്പോൾ അതും ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മുടെ ഗുലാബ് ജാമിൻ്റെ ഇത് റെഡി ആവുന്നുണ്ട് കേട്ടോ. ഈ കളറാകുമ്പോൾ നമുക്ക് ഈ പഞ്ചസാര ലായനിക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ പഞ്ചസാര ലായനിക്ക് ഇട്ടാൽ മാത്രം പോരാ കേട്ടോ, ഇതൊന്ന് ഇളക്കി കൊടുക്കും വേണം കേട്ടോ. എന്നാൽ ഒരു പഞ്ചസാരയുടെ വെള്ളം ഒക്കെ ഉള്ളിലേക്ക് തട്ടുമൊക്കെ ചെയ്യുള്ളൂ. അപ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇങ്ങനെ ഓരോന്ന് ബാക്കിയുള്ളതൊക്കെ ഇട്ടിട്ടില്ല, ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ടെടുക്കാം. പച്ചക്കറിയും വേണ്ട, ഇതേപോലെ ബ്രൗൺ കളറാകുമ്പോൾ കോരിയിട്ടാൽ മതി കേട്ടോ. അപ്പോൾ ഒന്ന് നെക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ, കാരണം നമ്മുടെ പഞ്ചസാര ലായനി ഉള്ളിലേക്ക് ചേരുന്നുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ടൊന്ന് നെക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കുറഞ്ഞൊരു സോഫ്റ്റായിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഗുലാബ് ജാം ഇതാ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇനി ഈ പാത്രത്തിൻ്റെ മൂടി കൊണ്ടൊന്ന് അടച്ച് വെക്കാം കേട്ടോ, കാരണം ഇത് സെറ്റായി കിട്ടണം, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അടച്ച് വെക്കുന്നത്. ഇനി 2 മണിക്കാണ് ഇത് ഉണ്ടാക്കിയത്, അപ്പോൾ 4 മണി ആയപ്പോഴാണ് നമ്മളിത് തുറക്കുന്നത്. അപ്പോൾ അത് അടിപൊളിയായിട്ടുണ്ട്. ഇതിൻ്റെ നീരുകളൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. വീഡിയോയിൽ കാണുമ്പോൾ തന്നെ അറിയാം, വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടിപൊളിയാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റാ ബൈ.